ഗായത്രിയുടെ ഒരു പയ്യന് ഇതുപോലെ ഒരു പ്രണയമുണ്ട്. ഗായത്രി അപ്പം തന്നെ ഇൻസെക്യൂർ ആയല്ലോ, അമ്മയായി. ഗായത്രിയുടെ സ്റ്റാറ്റസിന് പറ്റുന്നില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു അമ്മമാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ. ഗായത്രി നേരെ പോയിട്ട് ഒരു ക്ഷുദ്രക്രിയ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുന്നു. സിമ്പിളായിട്ട് പിരിക്കാൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾ എല്ലാ അമ്മമാരും അച്ഛന്മാരും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ക്ഷുദ്രക്രിയ ചെയ്ത് ഈ പറയുന്ന നെഗറ്റീവായ സോളുകളോ നെഗറ്റീവായ എനർജികളോ വിളിച്ച് നിങ്ങളുടെ ശരീരത്തിലൂടെ ആവാഹനം ചെയ്ത് നിങ്ങളുടെ മകനിലോട്ട് കണക്ട് ചെയ്താൽ. ചേട്ടാ, നമുക്ക് വന്നൊരു കമന്റിൽ ഒരു സംശയമാണ് കേട്ടോ. ആ കുട്ടി പേഴ്സണലി നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്. അതായത് ആ കുട്ടിയും ഒരു പയ്യനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഓക്കെ, ആ ഇഷ്ടം പക്ഷെ കല്യാണം വരെ എത്തിയില്ല. അവർക്കത് ബ്രേക്ക് ചെയ്തിട്ട് ആ പെൺകുട്ടി വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, പല സാഹചര്യങ്ങളും കൊണ്ടിട്ട്. പക്ഷേ ഈ പയ്യന്റെ അമ്മ ഈ പെൺകുട്ടിക്കെതിരെ കർശനമായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള രീതിയിലൊരു ക്ഷുദ്രക്രിയ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മകന് പയ്യന്റെ അമ്മ. പക്ഷെ ഇത്ര വർഷമായിട്ടും ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞു, ആ പെൺകുട്ടിക്ക് കുട്ടികളായി, അവരവരുടെ ജീവിതം ജീവിക്കുന്നു. പക്ഷെ ഇത്ര വർഷമായിട്ടും ആ ചെയ്തു വെച്ച അമ്മയുടെ മകനുണ്ടല്ലോ, ആ മകൻ ഇത്ര നാളായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം ഒന്ന് പറയും. എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല. കർമ്മഫലം അനുഭവിച്ചാലേ പറ്റൂ. ഒന്നാമത്തെ കാര്യം, ഇതിപ്പോ വളരെ ഒരുപാട് വരുന്ന കേസുകളാട്ടോ. ഇതിപ്പോ ഗായത്രി പറഞ്ഞു, എനിക്ക് ഒരുപാട് ചേട്ടന്റെ കൺസൾട്ടേഷനിൽ വന്ന അറ്റ്ലീസ്റ്റ് ആ കുട്ടി മെസ്സേജ് അയച്ചൊരു കാര്യമാണ്. ആണല്ലേ, ശരി. എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാ അമ്മമാർക്കും, ടോക്സിക് ആയിട്ടുള്ള എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ. അതെ, ഞാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഗായത്രിന്റെ ഉദാഹരണം പറയുന്നത്, ആളുകൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടോ. എനിക്ക് വേറെ ആരും ഇല്ല ഉദാഹരണം പറയാൻ. ഗായത്രിക്ക് ഒരു പയ്യനുണ്ട്. ഗായത്രി ശരിയാണ്, അമ്മയാണ്. ഗായത്രിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഗായത്രി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ശരീരവും ബുദ്ധിയും ബോധമാണ് എന്ന് കരുതി ആ പയ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഗായത്രിയുടെ ആരോഗ്യവും ഗായത്രിയുടെ ബുദ്ധിയും ഗായത്രിക്ക് പണം സമ്പാദിക്കാനുള്ള അനുഗ്രഹവും തന്നതും ദൈവത്തിന്റെ കഴിവാണ്. ഗായത്രി നമുക്ക് അതിനകത്തൊന്നുമില്ല. ഒരു കട്ടിലിന്റെ പടി തട്ടി തീരാന്നുള്ളൂ. അപ്പൊ ഞാനും ഗായത്രിയുടെ കുഞ്ഞും നിൽക്കുന്നത് മറ്റൊരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇനി ഈ കുഞ്ഞിനെ ജനിപ്പിക്കാൻ മാത്രമേ ഗായത്രിക്ക് അനുവാദമുള്ളൂ. ആ കുഞ്ഞ് എങ്ങനെ ജീവിക്കണം, മറ്റു ജീവിതത്തിൽ എങ്ങനെ പോകണം എന്നുള്ളത് ആ കുഞ്ഞിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതും തന്നെയാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരുപാട് അമ്മമാരുള്ള കാലഘട്ടം. എന്നാൽ അവർ സക്സസ്ഫുൾ ആണെന്ന് വെച്ചാൽ അവർ അട്ടർ ഫെയിലറാണ്. പക്ഷെ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. പല വീടുകളുടെ അകത്തുമുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് അച്ഛനമ്മമാരും പറയുന്ന വാക്കുകളും അവരുടെ തത്വങ്ങളും അവരുടെ ജ്ഞാനങ്ങളും അവരുടെ അറിവുകളും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇവർ അംബാനിനേക്കാളും വലിയ ആളുകളാവേണ്ടതാണ് നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ അവർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി, മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി, ബന്ധുക്കളുടെ ഇടയിലും തകർന്ന് തരിപ്പണമായി, നെഗറ്റീവായിട്ട് മക്കളെയും പോലും നോക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷെ ഇവരുടെ ഉപദേശം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത് വലിയ സെറ്റപ്പായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോയി, മകന്റെ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതായിരിക്കും ചിന്തിക്കുന്നത്. ഓരോ വ്യക്തികളും എൻ്റെ ഡിഫറൻറ്റാണ്, ഓരോ അനുഭവങ്ങളും എൻ്റെ ഡിഫറൻറ്റാണ്. നമ്മൾ ഇതിനെ കൂട്ടിക്കൊഴിക്കാൻ നിൽക്കേണ്ട. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ആ കുഞ്ഞ് വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ട ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെതായ ഹോർമോൺ കാര്യങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വിവേകമുണ്ട്, ചിന്തകളുണ്ട്, സമൂഹത്തിനെ പറ്റി ബോധങ്ങളുണ്ട്. ഇതെല്ലാം അമ്മ കൊടുത്തിട്ടല്ല കുഞ്ഞിനുണ്ടാവുന്നത്. ആ കുഞ്ഞ് സമൂഹത്തിലോട്ട് ഇറങ്ങി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം. അങ്ങനെ ജീവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ജനറേറ്റ് ചെയ്യും. അത് ജനറേറ്റ് ചെയ്യാനും ആ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വികാരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ദൈവം തലച്ചോറും ഹോർമോണും കൊടുത്തിരിക്കുന്നത്. ഇത് അമ്മ കൊടുത്ത തലച്ചോറല്ല, ഇത് ഈശ്വരനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് പരിണാമം സംഭവിച്ചിരിക്കുന്ന തലച്ചോറിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. അതൊരു പെൺകുട്ടീനെ കാണുമ്പോഴോ മറ്റു പല കാര്യങ്ങളോ കാണുമ്പോൾ താല്പര്യം ഉണ്ടാകും. ഇതിനെ കയറി ടോക്സിക് ആക്കാൻ നിൽക്കരുത്. മനസ്സിലാവുന്നല്ലോ. നമ്മളും ഇതേ പ്രായത്തിലൂടെ കടന്നു വന്നതെന്നുള്ള മിനിമം ബോധമെങ്കിലും വേണം. പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഒരു ഗായത്രിയുടെ പയ്യൻ ഒരു വളരെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ടാണ് റിലേഷൻഷിപ്പ്, പറഞ്ഞു കൊടുക്കാം, മോനെ ഇത് ശരിയാവില്ല, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ട് വരും, മോൻ്റെ ജീവിതം തകർന്ന് തരിപ്പെടുമോ, ആദ്യത്തെ ഒരു ലൈംഗികതയൊന്നുമല്ല പിന്നോട്ടുള്ള കുടുംബജീവിതം എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കിയാൽ കൊള്ളാം. മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അവൻ്റെ കർമ്മമാണ്. അത് അവൻ ചിലപ്പോൾ അതിലൂടെ കടന്നു പോയാലാണ് അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ഗായത്രിയുടെ ഒരു പയ്യന് ഇതുപോലെ ഒരു പ്രണയമുണ്ട്. ഗായത്രി അപ്പം തന്നെ ഇൻസെക്യൂർ ആയല്ലോ, അമ്മയായി. ഗായത്രിയുടെ സ്റ്റാറ്റസിന് പറ്റുന്നില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു അമ്മമാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ കൺസേൺസ് ഇതൊക്കെ ആയിരിക്കും. ഗായത്രി നേരെ പോയിട്ട് ഒരു ക്ഷുദ്രക്രിയ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുന്നു. അയാൾ പറയുന്നു, 1 ലക്ഷം രൂപ വെച്ചാൽ ആ ബന്ധം ഞാൻ പിരിച്ചു തരാം. സിമ്പിളായിട്ട് പിരിക്കാൻ പറ്റും.
1 ലക്ഷം രൂപ വെക്കുന്നു. ആരെയാണ് കർമ്മം ചെയ്യുന്നത്? ഇപ്പൊ ഗായത്രി എൻ്റെ അടുത്താണ് വന്നത് ചിന്തിക്കുക. ഞാൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ഗായത്രി എൻ്റെ അടുത്താണ് വന്നത് വിചാരിക്കാം. ഈ ഗായത്രി ഞാൻ അവിടെ ഇരുത്തുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഉപാസനമൂർത്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം വെക്കുന്നു. അതിനുശേഷം കർമ്മങ്ങളിലോട്ട് കിടക്കുന്നു. അതെന്താണ് വേണ്ടത്? മാരണമാണെങ്കിൽ മാരണം, അല്ലെങ്കിൽ അത് തകർത്ത് കളയേണ്ടതാണെങ്കിൽ തകർത്ത് കളയും. എന്ത് വേണേലും ആവാം അതിലോട്ട് എത്തുന്നത്. ഗായത്രിയുടെ ശരീരം വെച്ച്, ഗായത്രി അമ്മയാണ്. ഗായത്രിനെ വെച്ചിരിക്കുന്നത് ഗായത്രിയും മകനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിലൂടെ നമുക്ക് മകനിലോട്ട് കർമ്മം ചെയ്യാൻ പറ്റും. മകനിലോട്ട് കർമ്മം ചെയ്താൽ മകനും ആ പെൺകുട്ടിയുമായിട്ട് ഇഷ്യൂലോട്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ ഗായത്രിയിലൂടെയാണ് ആ എനർജി, നെഗറ്റീവായ എനർജീനെ ഞാൻ കടത്തിവിടുന്നത്. ഗായത്രിനെ ഇരുത്തി ഞാൻ എൻ്റെ ജപങ്ങളുടെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത്, പൂജകളും മന്ത്രങ്ങളെല്ലാം ചെയ്ത് ഈ എനർജീനെ കടത്തിവിട്ട് കർമ്മ നേരെ അവളിലോട്ട് കൊടുക്കും. ഇനി ഗായത്രിക്ക് ഞാൻ ചില സാധനങ്ങൾ തന്നുവിടും, വീട്ടിൽ വെക്കാനും വീട്ടിൽ ഉപയോഗിക്കാനും. ചിലപ്പോൾ മന്ത്രങ്ങളാവാം, ചിലപ്പോൾ തകിടുകളാവാം, മേലസുകളാവാം. ഇത് അവിടെ കൊണ്ടുവയ്ക്കാം. ഇത് പ്രസൻസ് ആണ്, സോൾ പ്രസൻസ് ആണ്. നെഗറ്റീവ് സോളുകളെയാണ് ഞാൻ തന്നുവിടുന്നത്. അത് വീട്ടിൽ കൊണ്ടുവയ്ക്കും. മകന് കഴിക്കാൻ വേണ്ടി ഞാൻ ചില സാധനങ്ങൾ തന്നേക്കും. അത് മകന് കൊടുക്കുക. മകൻ അത് കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് മകനിൽ സംഭവിക്കാൻ തുടങ്ങും. അതായത് ആ പെൺകുട്ടിയോട് ഒരു താല്പര്യമില്ലായ്മ, ആ പെൺകുട്ടി ഭയങ്കര നെഗറ്റീവ് ആവുന്നു, ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ മൊത്തം മാറിപ്പോകുന്നു. ഇവൻ അതുവരെ കണ്ട പെൺകുട്ടി ആയിരിക്കില്ല, ഇവ ഭയങ്കര നെഗറ്റീവ് ആവുന്നു, ഇവർ തമ്മിൽ തല്ലിപ്പിരിയുന്നു, ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ആ അമ്മയുടെ ആഗ്രഹപ്രകാരം ഈ 2 പേരും ഇഷ്യൂ ആയി. എങ്ങനെ ഇഷ്യൂ ആയി? അതിൻ്റെ നടുക്ക് കിടന്ന് ഒരു നെഗറ്റീവ് സോള് കിടന്ന് പണി കൊടുത്തു. നെഗറ്റീവ് സോൾ കിടന്ന് പണി കൊടുത്തു. അതായത് അത് എങ്ങനെയാ പറഞ്ഞുതരാം, സോൾ പ്രസൻസ് എങ്ങനെയാ വന്നെന്ന്. എൻ്റെ അടുത്തൊന്നും ഒന്ന് പറയും എൻ്റെ ചെവിട്ടിൽ, അത് കഴിഞ്ഞ് ഗായത്രിയുടെ ചെവിലൊന്നും പറയും. ഗായത്രി എന്ന് പറയും അവന്റെ സ്വഭാവം ശരിയല്ലല്ലോ, നീ അവനോട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ മുഖത്തോട് ഇങ്ങനെ നോക്കണമെന്ന് വെറുതെ ചോദിക്കുന്നു പറയും നിന്റെ ചെവിട്ടിലൊന്ന്. എന്നിട്ട് എൻ്റെ ചെവിലെന്ന് പറയും, കണ്ടോ അവളിപ്പോൾ ചോദിച്ചു, കണ്ടോ നിന്നോട് സ്നേഹവും ബഹുമാനവും ഇല്ല, അതുകൊണ്ടാണ് തിരിച്ചവളോട് സംസാരിക്കടാ എന്ന് എൻ്റെ അടുത്തൊന്ന് പറയും. എന്നിട്ട് ഗായത്രി എന്ന് പറയും, കണ്ടോ അവൻ നിന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഈ സാധനം ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കും, നമ്മളെയും കൊണ്ട് അടി ഉണ്ടാക്കിപ്പിക്കും. ഇതാണ് പലപ്പോഴും സോൾ പ്രസൻസിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി പിരിഞ്ഞുപോയി, അമ്മ സന്തോഷമായി. നമ്മൾ വിളിച്ചുകൊണ്ടും സാധനം എന്ത് ചെയ്യും? അവിടെയാണ് ഇനി കിടക്കുന്ന ചോദ്യം. ഇവിടെയാണ് നിങ്ങൾ എല്ലാ അമ്മമാരും അച്ഛന്മാരും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ശുദ്രക്രിയ ചെയ്ത് ഈ പറയുന്ന നെഗറ്റീവായ സോളുകളോ നെഗറ്റീവായ എനർജികളോ വിളിച്ച് നിങ്ങളുടെ ശരീരത്തിലൂടെ ആവാഹനം ചെയ്ത് നിങ്ങളുടെ മകനിലോട്ട് കണക്ട് ചെയ്താൽ ഇനി ഒരു കാരണവശാലും അത് റിലീസാവില്ല. ഒരു ശരീരത്തിലൂടെ കടക്കാൻ നോക്കിയിരിക്കുന്ന കോടിക്കണക്കിന് ഒരു നെഗറ്റീവ് സോളുകളിൽ ഒന്നാണ് നിങ്ങളുടെ കൂടെ വന്ന് കയറി. അതിന് പോവില്ല, എത്ര ശ്രമിച്ചാലും പോവില്ല. ഇനി പോയി തന്നെ വിചാരിക്കും, അത് ആ സമയം വരെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. പോസിറ്റീവ് എനർജിയിലല്ല. ആ എനർജി നിങ്ങളുടെ കംപ്ലീറ്റ് എനർജികളെയും തകർത്ത് തരിപ്പടമാക്കി നിങ്ങളുടെ ചക്രകളെ മുഴുവനും ഡൗൺ ആക്കി ഇട്ടിട്ടായിരിക്കും ആ എനർജിയോടെ ഇറങ്ങി പോകുന്നത്. ഇനി ആ പയ്യനെ എങ്ങനെ വിവാഹം നടക്കും? ഇനി വിവാഹം കഴിച്ചാൽ ഒരു പെൺകുട്ടിക്ക് വീണ്ടതൊന്നും കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. ആ ചെറുക്കൻ അവിടെ നിന്ന് മെന്റലി ഡിപ്രസ്ഡായിട്ട്, കാരണം എന്താ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടീനെ മാനസികമായി വിഭ്രാന്തി വരുത്തിയിട്ടാണ് ഇവനിൽ നിന്ന് അകറ്റിയത്. ആ പെൺകുട്ടിയുടെ ശാപം ആര് സഹിക്കണം? ഈ പയ്യനും ഈ പയ്യന്റെ അമ്മയും സഹിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ അമ്മ ഈ കർമ്മങ്ങൾ ചെയ്തത്, ആ കൈകൾ കൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് കഷ്ടകാലം സംഭവിക്കാൻ തുടങ്ങും. നെഗറ്റീവ് സോളുകൾക്ക് അങ്ങനെ അനുകമ്പയൊന്നുമില്ല ഒരാളോടും. അവരെ പറഞ്ഞു വിട്ട ആളോടും ഇനി അവർ വന്ന ആളോടും എല്ലാവരോടും അവർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്തിട്ട് പോയി കളയും. ഇത് ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ലിമിറ്റേഷനാണ്. കാരണം ഇവർ ഓൾറെഡി കുഴി ചാടി, ഓൾറെഡി വെള്ളത്തിന് നടുക്കിന് മൂക്ക് വരെ മുങ്ങാനുള്ളൂ. നമുക്ക് അതിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി സമയമെടുത്താൽ മാത്രമേ അതിൽ നിന്ന് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മക്കളാണ് ഒക്കെ ശരിയാണ്, പക്ഷെ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലോട്ട് പോകുമ്പോൾ അത് നിങ്ങളെയും കൂടി ബാധിക്കുന്ന ആദ്യം മനസ്സിലാക്കുക. ഒരു നെഗറ്റീവായൊരു സോള് വന്ന് കയറിയാൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബന്ധങ്ങളിലും അച്ഛനമ്മയുള്ള ബന്ധങ്ങളിലും ഒക്കെ വഴക്കും ഒച്ചപ്പാടും ഒരു വിശേഷ ദിവസങ്ങളിലും പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ള എല്ലാ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടകാലങ്ങളും ജോലി പോക്കും എല്ലാം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ചെയ്യരുത്. ആ നിങ്ങളുടെ മകനും ആ മകൻ പ്രേമിച്ച പെൺകുട്ടിയും രണ്ടും ഈശ്വരൻ്റെ അംശം പേറിക്കൊണ്ട് നടക്കുന്ന 2 ആത്മാക്കളാണ്. നിങ്ങളുടെ ടോക്സിക് മൈൻഡ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ഈശ്വരൻ്റെ ആത്മാവിനെ വഹിച്ച് നടക്കുന്ന ഒരു ശരീരത്തെ ദ്രോഹിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത് ഇതാണ് അതിനകത്ത് ലോ. അങ്ങനെ നിങ്ങൾ മറ്റൊരു ഈശ്വരൻ്റെ അംശം കൊണ്ടു നടക്കുന്ന ആത്മാവുള്ള ശരീരത്തെ നിങ്ങൾ വേദനിപ്പിച്ചാൽ ആ ആത്മാവിന് എന്ത് സംഭവിച്ചു അതിൻ്റെ 10 ഇരട്ടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.
അമ്മ അനുഭവിക്കുക, ഗായത്രി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഗായത്രിയുടെ ഭർത്താവ്, ഗായത്രിയുടെ മക്കള് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഗായത്രിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ തന്നെ ഗായത്രി അവസാനം ഒറ്റപ്പെട്ട് ഉരുകി ഇല്ലാണ്ടാവും. ആ പെൺകുട്ടിയുടെ അതേ അവസ്ഥ ഗായത്രിക്ക് വരാൻ തുടങ്ങും. കർമ്മം അനുഭവിക്കാതെ പോകാൻ പറ്റില്ല. ടോക്സിക് എടുത്ത് മാറ്റി വെക്കാം. ജീവിക്കുന്ന മക്കൾ ജീവിക്കട്ടെ. തെറ്റ് പറ്റി, ഇനിയിപ്പോ ഒരു കല്യാണം കഴിച്ചിട്ട് തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം, തിരിച്ചു കൊണ്ടുവരാം. അതോടെ തിരുത്തിയില്ല, മനസ്സിലായല്ലോ, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഒരു ബന്ധത്തിലോട്ട് പോയി ആ ബന്ധം മോശമായി, തിരിച്ചു വരാനി വരട്ടെ, സന്തോഷത്തോടെ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് പോട്ടെ. നമ്മൾ തിരിച്ചറിവ് വരണമെങ്കിൽ അനുഭവങ്ങൾ വരണ്ടേ. അല്ലാതെ അമ്മ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പറയാൻ വേണ്ടി അമ്മയ്ക്ക് എന്തത്ര അനുഭവം എന്താ, മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാ അച്ഛനമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് ശരിയുമാവാം, നിങ്ങൾ പറയുന്നത് തെറ്റുമാകാം. മനസ്സിലാവുന്നുണ്ടോ? പ്രായം കൂടി എന്ന് പറയുന്ന എല്ലാം ശരിയാവണം നിർബന്ധമില്ല. പ്രായം കൂടുന്തോറും മണ്ടത്തരവും കൂടും. പ്രായം കൂടുന്നൊരു അനുഭവങ്ങൾ കൂടും. ആ അനുഭവങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടെടുക്കുന്നത്? ആ വ്യക്തിയുടെ സ്വഭാവമായിട്ടാണ് കണക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനങ്ങനെയാണ് കാണേണ്ടത്. നമസ്കാരം.